സോ വെൽക്കം ബാക്ക് ടു ദി ചാനൽ. ഇന്നത്തെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ വീഡിയോ ആണ്. ഏറ്റവും ലേറ്റസ്റ്റ് മോഡലായിട്ടുള്ള RS200. ആദ്യം തന്നെ അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് നമുക്ക് നോക്കാം. ആദ്യം നോക്കുകയാണെങ്കിൽ തന്നെ വലിയ വിൻസ്ക്രീനാണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. 80 km/h സ്പീഡ് വരെ നമുക്ക് വിൻ പ്രൊഡക്ഷൻ കിട്ടും. ഫ്രണ്ടിൽ ട്വിൻ പ്രൊജക്ടർ ഹെഡ്ലൈറ്റ് സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ട് ഹെഡ്ലൈറ്റ് സെക്ഷനൊക്കെ കാണാൻ അപാര ലുക്കാണ്. ഒരു ബീസ്റ്റിൻ്റെ ലുക്കാണ് നമുക്ക് ഫീൽ ആവുന്നത്. ഓൾഡ് മോഡലിൽ ഹാലജൻ യൂണിറ്റാണ്, ഇപ്പോൾ LED ആയിട്ടുണ്ട്. LED ആയതുകൊണ്ട് തന്നെ നൈറ്റ് വിസിബിലിറ്റിയൊക്കെ പഴയതിനേക്കാളും കുറച്ചുകൂടെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ഹെഡ്ലൈനിൻ്റെ മുകളിൽ ഐബ്രോ പോലെ കാണുന്നതാണ് DRL. അതൊക്കെ കിടിലായിട്ട് തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. KTMലൊക്കെ വരുന്ന സെയിം ഇൻഡിക്കേറ്റർ സെറ്റപ്പാണ് RSൽ കൊടുത്തിട്ടുള്ളത്. മിറേഴ്സ് നോക്കുകയാണെങ്കിൽ തന്നെ അത്യാവശ്യം വിസിബിലിറ്റി ഉള്ള മിറേഴ്സാണ്. ഫ്രണ്ട് സസ്പെൻഷൻ നോക്കുകയാണെങ്കിൽ തന്നെ ടെലസ്കോപ്പിക് സസ്പെൻഷനാണ്. അത് സോഫ്റ്റ് സൈഡിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ബ്രേക്സ് നോക്കുകയാണെങ്കിൽ ഡ്യുവൽ ചാനൽ ABS ആണ്. ഫ്രണ്ട് 300 mm ഡിസ്ക് ബ്രേക്കാണ് വരുന്നത്. 2 piston കാലിപ്പർ. ടയേഴ്സ് നോക്കിയാൽ MRFൻ്റെ 110 സെക്ഷൻ ടയറാണ് വരുന്നത്. അത്യാവശ്യം ഗ്രിപ്പ് കിട്ടുന്ന ടയറാണ്. വണ്ടിയുടെ ഈ ഭാഗത്ത് കാണുന്നത് റേഡിയേറ്റർ ഫാനാണ്. വണ്ടിയുടെ ഹീറ്റിംഗ് മാനേജ്മെൻറ്റൊക്കെ നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. സിറ്റി ട്രാഫിക്കിലൂടെ നട്ടുച്ചയ്ക്ക് ഡ്രൈവ് ചെയ്തിട്ടും അധികം ഹീറ്റ് അടിക്കുന്നില്ല. വണ്ടിയുടെ റെഡ് ആൻഡ് ബ്ലാക്ക് കളർ സ്കീം കിടിലായിട്ടുണ്ട്. ഫെയറിങ്ങിൽ കാണുന്ന കാർബൺ ഫൈബർ ഫിനിഷും വണ്ടി ഒന്നും കൂടെ പ്രീമിയം ആക്കുന്നു. ഇനി നമുക്ക് എഞ്ചിനെ പറ്റി സംസാരിക്കാം. എഞ്ചിൻ നോക്കുകയാണെങ്കിൽ തന്നെ 199.5 cc ലിക്വിഡ് കൂൾഡ് ഫ്യൂൽ ഇഞ്ചക്റ്റഡ് എഞ്ചിനാണ്. വണ്ടിയുടെ പവർ നോക്കുകയാണെങ്കിൽ 24.5 PS അറ്റ് 9750 RPM. വണ്ടിയുടെ ടോർക്ക് നോക്കുകയാണെങ്കിൽ 18.74 Nm ഓഫ് ടോർക്ക് അറ്റ് 8000 RPM. വണ്ടിയിൽ സിപ്പിൾ ക്ലച്ച് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വണ്ടിയുടെ ഹാൻഡിൽ ബാർ നോക്കുകയാണെങ്കിൽ 3 piece ക്ലിപ്പ് ഓൺസ് ആണ് വരുന്നത്. അത് റേസൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. വണ്ടിയുടെ മീറ്റർ ഭാഗത്തേക്ക് നോക്കിയാൽ പുതിയ LCD കൺസോളാണ് വരുന്നത്. NS400ൽ കാണുന്ന പോലത്തെ സെയിം മീറ്റർ കൺസോളാണ് ഇതിലും വരുന്നത്. മുകളിൽ കാണുന്നത് RPM മീറ്റർ, പിന്നെ ടൈം, ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ, ഓഡോ മീറ്റർ, ട്രിപ്പ് മീറ്റർ എന്നിവയൊക്കെയാണ് നമുക്ക് മീറ്ററിൽ കാണാൻ സാധിക്കുന്നത്. മീറ്ററിൽ സ്പെഷ്യൽ ഫീച്ചറായി സ്മാർട്ട് ഫോൺ കണക്ടിവിറ്റിയും റൈഡിംഗ് മോഡ്സും നമുക്ക് കാണാം. ഹാൻഡിൽ ബാർ നോക്കിയാൽ ഹൈ ബീം, ലോ ബീം, പാസ്, തൊട്ട് താഴെ മീറ്റർ കൺസോൾ കൺട്രോൾ ചെയ്യുന്ന സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇൻഡിക്കേറ്റർ, ഹോൺ. പിന്നെ എല്ലാ വണ്ടികളിലും കാണുന്ന പോലെ തന്നെ റൈറ്റ് സൈഡിൽ എൻജിൻ കിൽ സ്വിച്ചും ഇഗ്നീഷനുമാണ് ഉള്ളത്. USB ചാർജിംഗ് പോർട്ടും ഈ വണ്ടിയിലുണ്ട്. ക്ലിപ്പ് ഓൺസ് റേസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഡെയിലി റൈഡ്സിന് കംഫർട്ടബിൾ ആയിരിക്കും. വണ്ടിയുടെ ചാസിസ് നോക്കുകയാണെങ്കിൽ സ്റ്റീൽ പെരിമീറ്റർ ഫ്രെയിമാണ് വരുന്നത്. വണ്ടിയിൽ ഷോർട്ടർ എക്സോസ്റ്റ് സെറ്റപ്പാണ് വരുന്നത്. വണ്ടി ഓടിക്കുമ്പോൾ റൈഡറിന് ഒരു സ്പോർട്ടി ഫീൽ എക്സോസ്റ്റ് തരും. ബേസി ആയിട്ടുള്ള എക്സോസ്റ്റ് നോട്ടാണ് ഇതിനുള്ളത്. പിന്നെ ഫ്യൂൽ ടാങ്ക് നോക്കുകയാണെങ്കിൽ തന്നെ 13 ലിറ്റേഴ്സിൻ്റെ ടാങ്കാണ് വരുന്നത്. ടൂറിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് വളരെ കംഫർട്ടായിരിക്കും. സീറ്റ്സൊക്കെ നോക്കിയാൽ റൈഡറിൻ്റെ അത്യാവശ്യം സോഫ്റ്റ് സൈഡാണ്, പക്ഷേ പില്ലിയന് കുറച്ച് ഹാർഡർ സൈഡായിട്ടുള്ള സീറ്റാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. സീറ്റ് ഹൈറ്റ് വരുമ്പോൾ 810 mm ആണ് വരുന്നത്. ബാക്കിൽ പുതിയ ടെയിൽ സെക്ഷനാണ് വന്നിരിക്കുന്നത്. ടെയിൽ സെക്ഷനിൽ തന്നെ ഇൻഡിക്കേറ്റേഴ്സ് ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. റിയറിൽ മോണോഷോക്ക് സെറ്റപ്പാണ് വരുന്നത്. സസ്പെൻഷൻ കുറച്ച് സ്റ്റിഫർ സൈഡിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. റിയർ ഡിസ്ക് നോക്കിയാൽ 230 mm ഡിസ്ക് പ്ലേറ്റ് ആണ് വരുന്നത്. 1 piston കാലിപ്പർ. റിയർ ടയർ സെക്ഷൻ നോക്കിയാൽ 140 സെക്ഷൻ ടയറാണ് വരുന്നത്. 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ് ഇതിൽ വരുന്നത്. സ്പോർട്ടി ഫീൽ കിട്ടാൻ വേണ്ടി തന്നെ റൈഡർ ഫുഡ് പാക്കൊക്കെ റിയർ സൈഡിലോട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. വണ്ടിയിൽ കൊടുത്തിരിക്കുന്ന ഗ്രാഫിക്സും പെയിൻറ്റ് സ്കീമും ഒക്കെ വണ്ടിയെ കൂടുതൽ അട്രാക്റ്റീവ് ആക്കുന്നുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് സംസാരിക്കാം. അപ്പോൾ നമുക്ക് RS200 ഓടിക്കുമ്പം എങ്ങനെയാണ് നമുക്ക് ഫീൽ ആകുന്നത് നോക്കാം. ആദ്യം തന്നെ നമ്മൾ നോട്ടീസ് ചെയ്യുന്നത് പഴയ അനലോഗ് മീറ്റർ മാറി ഇപ്പോൾ പുതിയ LCD കൺസോളായി. പഴയ അനലോഗ് മീറ്റർ കാണാനാണ് കുറച്ചുകൂടെ ഭംഗി, പക്ഷേ അതിലില്ലാത്ത കുറച്ച് കൂടുതൽ ഫീച്ചേഴ്സ് ഈ മീറ്ററിലുണ്ട്. സ്മാർട്ട് ഫോൺ കണക്ടിവിറ്റി, SMS, കോൾസ് എന്നിവ നമുക്ക് ഈ മീറ്ററിൽ കാണാൻ സാധിക്കും. എഞ്ചിനെ പറ്റി പറയുകയാണെങ്കിൽ പഴയ RS200 എഞ്ചിൻ ട്രിപ്പിൾ സ്പാർക്കാണ്, പക്ഷേ ഇപ്പോൾ സിംഗിൾ സ്പാർക്ക് ആയിട്ടുണ്ട്. പക്ഷേ റൈഡിങ്ങിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഈ എഞ്ചിൻ കുറച്ച് റിവ്യൂ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന എഞ്ചിനാണ്. 5000 RPM മുതൽ 9000 RPM വരെയാണ് ഇതിൻ്റെ പവർ. അതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. നമുക്ക് ഈ പവർ ടിൽ ടോപ്പ് എൻഡ് വരെ നമുക്ക് കിട്ടും. 140 km/h ആണ് ഇതിൻ്റെ ടോപ്പ് സ്പീഡ്. പിന്നെ മൈലേജ് വരുമ്പോൾ 35 km/L. 5000 RPM തൊട്ട് കൈ കൊടുക്കുമ്പോൾ കയറുന്ന ഒരു രീതിയുണ്ട് ടിൽ ടോപ്പ് എൻഡ് വരെ. ഇത് ഒരു ടോപ്പ് എൻഡ് ബീസ്റ്റാണ്. ഇതൊരു ബിഗിനർ ഫ്രണ്ട്ലി വണ്ടിയാണോ ചോദിച്ചാൽ തീർച്ചയായും ഇതൊരു ബിഗിനർ ഫ്രണ്ട്ലി വണ്ടിയാണ്, പക്ഷേ 5000 RPM മാത്രം. ഞാൻ വണ്ടിയുടെ പവർ ഇവിടെ ചെറുതായിട്ട് കാണിക്കാം. അധികം തിരക്കേറിയ റോഡായതുകൊണ്ട് വലിയ ടോപ്പ് എൻഡ് കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല. ജസ്റ്റ് ഒന്ന് അതിൻ്റെ പവർ മാത്രം കാണിച്ചു തരാം.
തന്നെ കണ്ടില്ലേ, 5000 RPM കഴിഞ്ഞാൽ പിന്നെ വണ്ടി ഒരു ബീസ്റ്റാണ്. കൈ കൊടുത്താൽ വണ്ടി സിമ്പിളായി കയറിപ്പോകും. പക്ഷേ നമുക്ക് സിറ്റിയിലൊക്കെ ലോ എൻഡിൽ ഓടിക്കാനും പറ്റും. ഈ എൻജിൻ ലോ സ്പീഡിൽ പോകാനും മാനേജബിളാണ്. ഈ വണ്ടി ബജാജ് മെയിനായിട്ട് നിർമ്മിച്ചിരിക്കുന്നത് സ്പോർട്സ് ടൂറിങ്ങിന് വേണ്ടിയാണ്. അപ്രൈറ്റ് പോഷറാണ്. RC പോലെ അത്രയും അഗ്രസീവ് പോഷറല്ല. അത്രയും കിടന്നോടിക്കേണ്ട, കംഫർട്ടബിളാണ്. പക്ഷേ സ്പോർട്ടീവുമാണ്. ഓൾ ഡേ ഡ്രൈവിന് പറ്റുന്ന വണ്ടിയാണ്. റൈഡിങ് കംഫർട്ട് നോക്കിയാൽ ഫ്രണ്ട് ഷോക്ക് സോഫ്റ്റ് സൈഡാണ്. പക്ഷേ റിയർ ഷോക്ക് കുറച്ച് സ്റ്റിഫർ സൈഡാണ്. കാരണം കോർണറിൽ സ്റ്റെബിലിറ്റി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് അവർ അങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ടാങ്കിൻ്റെ ഡിസൈൻ പറ്റി പറയുകയാണെങ്കിൽ ലെഗ് ഹഗ് ചെയ്ത് വയ്ക്കാൻ പറ്റുന്ന രീതിയിലാണ് അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് നീസൊക്കെ ലോക്ക് ചെയ്ത് വയ്ക്കാം. പിന്നെ ഗിയറിനെ പറ്റി പറയുകയാണെങ്കിൽ 6 സ്പീഡ് ഗിയർ ബോക്സാണ്. നല്ല സ്മൂത്ത് ഗിയർ ബോക്സാണ് കൊടുത്തിരിക്കുന്നത്. ക്ലച്ച് നോക്കിയാൽ സ്ലിപ്പർ ക്ലച്ചാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് സിറ്റി റൈഡൊക്കെ വളരെ കംഫർട്ടായിരിക്കും. വണ്ടി ഇതുപോലെ ഓടിച്ചുകൊണ്ട് നടക്കാൻ വളരെ സ്മൂത്താണ്. എൻജിൻ ഓൾറെഡി റിഫൈൻഡ് ആണ്, പക്ഷേ ഇപ്പോൾ പിന്നെയും റിഫൈൻഡായി. RS ഷോർട്ടൽ വീൽ ബേസ് ആണ്. NSനേക്കാളും വീൽ ബേസ് വളരെ കുറവാണ് RSന്. അതുകൊണ്ട് തന്നെ നമുക്ക് സിറ്റിയിലൂടെ ഈസി ആയിട്ട് ഫ്ലിക്ക് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ടയർ സൈസ് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. പഴയ RSന് ഫ്രണ്ടിൽ 100 സെക്ഷനും റിയറിൽ 130 സെക്ഷനുമാണ്. പക്ഷേ ഇപ്പോൾ 110 സെക്ഷനും റിയറിൽ 140 സെക്ഷനും ആയിട്ടുണ്ട്. ഇപ്പോൾ ഹാൻഡ്ലിങ്ങും മാറി. പഴയ RSനേക്കാളും കൂടുതൽ സ്റ്റെബിലിറ്റി കൂടിയിട്ടുണ്ട്. സ്റ്റെബിലിറ്റി കൂടിയോണ്ട് തന്നെ നമുക്ക് ഈസി ടു ഡ്രൈവ് ആണ്. ബ്രേക്കിംഗ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പഴയതിനേക്കാളും കൂടുതൽ ഇമ്പ്രൂവ് ആയി. ഡ്യുവൽ ചാനൽ ABS ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ സഡനായിട്ട് ബ്രേക്ക് പിടിച്ചാലും ഫ്രണ്ട് വീൽ സ്കിഡ് ആകില്ല. ഇതിന് 2 റൈഡിംഗ് മോഡ്സാണ് ഉള്ളത്, ഓഫ് റോഡും റെയിനും. ഓഫ് റോഡ് മോഡിൽ റെയിൻ മോഡിനേക്കാളും കൂടുതൽ ബ്രേക്കിംഗ് ഫീഡ്ബാക്ക് കിട്ടും. വണ്ടിയിൽ വൈബ്രേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ വൈബ്രേഷൻ ഉണ്ട്. 7000 RPM ആകുമ്പോൾ ഫുഡ് പേക്കിലും ഹാൻഡിൽ ബാറിലും സീറ്റ്സിലും ഒക്കെ വൈബ്രേഷൻ ഉണ്ട്. പക്ഷേ വണ്ടിയിൽ ഹീറ്റിംഗ് ഇല്ല. ഞാൻ നട്ടുച്ച വെയിലത്താണ് വണ്ടി ഓടിക്കുന്നത്. എന്നിട്ടും വണ്ടി ഒട്ടും ഹീറ്റാകുന്നില്ല. ബജാജ് അതിലൊക്കെ നല്ല വർക്ക് ചെയ്തിട്ടുണ്ട്. RS നല്ലൊരു സ്പോർട്സ് ടൂറാണ്. അധികം കൈ കൊടുക്കാതെ ഓടിച്ചാൽ നല്ല മൈലേജ് കിട്ടും. ഓവർ ഇയേഴ്സ് ആകുമ്പോഴും വണ്ടിയുടെ റിഫൈൻമെൻറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. പഴയ RSൻ്റെ റോനസ് ഒന്നും ഈ വണ്ടിയിലില്ല. നല്ല സ്മൂത്താണ് വണ്ടി ഓടിക്കുമ്പോൾ. അതുകൊണ്ട് ഇതൊരു ബിഗിനർ ഫ്രണ്ട്ലി വണ്ടിയായി. ലോവർ RPMൽ പവർ കുറവാണ്. 5000 RPM കഴിയുമ്പോഴാണ് ഇതിൻ്റെ തനി സ്വഭാവം പുറത്തു വരുന്നത്. പിന്നെ ഈ വണ്ടിയുടെ വെയിറ്റ് വരുമ്പോൾ 167 kgs ആണ്. പിന്നെ ഹൈറ്റ് വരുമ്പോൾ 8 mm. അത്യാവശ്യം ഷോർട്ട് റൈഡേഴ്സിനൊക്കെ സൂട്ടബിളാണ്. ഇത്രയും കംഫർട്ടബിളായ ഫുള്ളി ഫെയർഡ് സ്പോർട്സ് ടൂറർ ഈ സെഗ്മെൻറ്റിലില്ല. എന്തായാലും നിങ്ങളൊന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുക. വണ്ടി നേരിട്ട് ഓടിച്ചാലേ അതിൻ്റെ ഫീലും കാര്യങ്ങളെല്ലാം മനസ്സിലാവുകയുള്ളൂ. നിങ്ങൾക്കൊരു ടൂറിംഗ് ബൈക്ക് വേണം, സ്പോർട്ടി ഫീലും ആയിരിക്കണം. എന്നാൽ ഇതാണ് നിങ്ങളുടെ വണ്ടി. വണ്ടി പോയി ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഇന്ന് ഞാൻ ടെസ്റ്റ് ഡ്രൈവിനായിട്ട് വണ്ടി എടുത്തിരിക്കുന്നത് പയനീർ ബജാജിൽ നിന്നാണ്. ഇവിടെ ബജാജിൻ്റെ എല്ലാ വണ്ടികളും അവൈലബിൾ ആണ്. എല്ലാ വണ്ടിയുടെ ടെസ്റ്റ് ഡ്രൈവ്സും അവൈലബിൾ ആണ്. ഈ ഷോറൂമിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് നിയർ HDFC ആൻഡ് SBI ബാങ്ക്. ഈ ഷോറൂമിൽ എല്ലാ വണ്ടിയുടെയും ഫിനാൻസും അവൈലബിൾ ആണ്. വിത്തിൻ 10 മിനിറ്റ്സിൽ തന്നെ ലോൺ അപ്രൂവ് ആകും. ഏറ്റവും കുറഞ്ഞ ഡൗൺ പേയ്മെൻറ്റ് തന്നെ നിങ്ങൾക്ക് വണ്ടി ഇറക്കാം. എല്ലാ ഫിനാൻസും ഇവിടെ അവൈലബിൾ ആണ്. ഇവരുടെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും വണ്ടിയുടെ ടെസ്റ്റ് ഡ്രൈവ്സോ മറ്റു കാര്യങ്ങളോ അറിയണമെങ്കിൽ ഇവരെ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ അത്രയും തന്നെയുള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും സൈനിങ് ഓഫ് ഫ്രം ദിസ് ചാനൽ. ഇറ്റ്സ് മീ റൗലർ. ബൈ.